സ്ലീവ്ലെസ് ആയിട്ട് നമുക്ക് അംബ്രല്ല കുർത്ത ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏത് ജാക്കറ്റിൻ്റെയും വെയർ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ അംബ്രല്ല കുർത്തയുടെ കട്ടിംഗ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജാക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അംബ്രല്ല കുർത്തയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. കട്ട് ചെയ്തെടുത്ത മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫസ്റ്റ് നെക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചത് ആ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഫുൾ റൗണ്ട് ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുത്ത ശേഷം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് പാർട്ടും ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്കെല്ലാം ചെയ്തെടുക്കാനാണ് എളുപ്പം. അതല്ലാന്നുണ്ടെങ്കിൽ ലൈനിങ് ഒക്കെ ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കും. ഇനി ഇത് നമുക്ക് നെക്ക് ചെയ്തെടുക്കും മുന്നേ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗത്ത് സെൻറ്റർ പിടിച്ചിട്ടൊരു കട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഇവിടെ ഒരു കട്ട് കൊടുത്താൽ മതി. ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും ഇതുപോലെ കട്ട് കൊടുത്ത് വയ്ക്കണം കേട്ടോ. കാരണം നമുക്ക് നെക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സെൻറ്റർ കറക്റ്റ് പിടിച്ച് സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാൻവാസിലാണ് നെക്ക് ചെയ്യാൻ പോകുന്ന ഒരു ക്യാൻവാസ് ഇതുപോലെ എടുത്ത് രണ്ടായിട്ട് ഞാനൊന്ന് മടക്കി കൊടുക്കുവാണ്. ഇനി നമുക്കിത് ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് പോകുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. നെക്കിന് വൈഡ് ഞാനിവിടെ 3.5 ഇഞ്ച്, സ്റ്റിഫിലാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ 3.5 ഇഞ്ചും കൊടുക്കാം. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ബാക്ക് നെക്കിന് 8 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഫ്രണ്ട് നെക്കിന് ഞാനിവിടെ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും റൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഒരു സ്ക്വയറാക്കി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുവാണ്. അത് പോയിട്ട് നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ വേണമല്ലോ ഈ റൗണ്ടിന് ചുറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിനൊരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് അതേ റൗണ്ട് ഒന്ന് ചേർത്ത് വരച്ചങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ ബ്രിഡ്ജ് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ബ്രിഡ്ജ് നിർത്തിക്കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിഫ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ പിൻ ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം കട്ട് ചെയ്യാം. ഇതുപോലെ കണ്ടോ, ബ്രിഡ്ജ് നിർത്തിക്കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫ്രണ്ടും ബാക്കും പാർട്ട് റൗണ്ട് കൊടുക്കുന്നതുകൊണ്ട് രണ്ടും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്കൊരു ക്ലോത്തിലോട്ട് അയൺ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ രണ്ടും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒറ്റ ക്ലോത്തിൽ ഇങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഒരു 1/2 ഇഞ്ച് മാറ്റി റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. രണ്ട് നെക്കും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഏത് ഷേപ്പാണോ നെക്കിന് കൊടുക്കുന്നത് ആ ഷേപ്പ് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഞാനിവിടെ 2 നെക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിഫിലോട്ട് ചേർത്ത് നമുക്ക് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, 2 നെക്കും ഇതുപോലെ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അകവശത്തോട്ട് എക്സ്ട്രാ ക്ലോത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിഫിനകത്തോട്ട് നിൽക്കുവാണെങ്കിൽ അതിന് സ്റ്റിച്ച് ചെയ്ത ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി രണ്ടായിട്ടൊന്ന് മടക്കി ഇതും സെൻറ്റർ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് മെയിൻ ക്ലോത്തിനും ഈ നെക്കും കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് കൊടുക്കുവാണേ. ഇനി എന്തുവാണ്, നമുക്ക് മെയിൻ ക്ലോത്തിലോട്ട് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ നെക്ക് ഈ സെൻറ്റർ കറക്റ്റായിട്ട് നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും ഈ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗവും തമ്മിൽ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ഒന്ന് 2-3 പിൻ ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ ഇതുപോലെ നെക്ക് ചെയ്തെടുക്കുമ്പോഴും പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് എളുപ്പമാണ്. ഇനി ഇതിനകവശത്തോടെ റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു 1/4 ഇഞ്ച് മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു നോച്ചിട്ട് കൊടുക്കണം. കണ്ടോ, തിരിച്ചിട്ടെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 നെക്ക് ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നെക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ബാക്ക് പാർട്ട് ഈ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടിനകം വശത്ത് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി 2 ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിവർത്തിയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ നെക്ക് കണ്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്കിവിടെ നെക്ക് കിട്ടി. കണ്ടോ, ഇനി നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. മെഷീനിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ലൈനിങ് സ്കേർട്ടിൻ്റെ, അതിൻ്റെ സൈഡ് ഭാഗം കുറച്ച് എനിക്ക് കുറവായിരുന്നതുകൊണ്ട് ഞാനിവിടെ കുഞ്ഞ് പീസ് കൂടെ കട്ട് ചെയ്ത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് നമുക്ക് ഇതുപോലെ 4 സൈഡിലും സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിലും 2 സൈഡിൽ വെച്ച് 4 പീസുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റി ലെവൽ ചെയ്തെടുക്കണം. മെയിൻ ക്ലോത്തും ലെങ്ത് ഭാഗത്ത് 2 ഇഞ്ച് കുറവെന്ന് പറഞ്ഞ്
അത് നമുക്ക് ഇതുപോലെ ഒരു പീസ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ലെവലിൽ ആ റൗണ്ട് ചെയ്ത് അളന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിവിടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല, കാരണം ആ 2 ഇഞ്ച് നമുക്ക് ഹാങ് ചെയ്യാതെ ഒന്ന് സൈഡിലോട്ട് കയറ്റി കട്ട് ചെയ്യാം. അതുകൊണ്ട് ഞാനിവിടെ അത് വയ്ക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മേളിൽ നിൽക്കുന്നതിന് അത് സാരമല്ല. ഇപ്പം അങ്ങനെ ആവശ്യമുള്ളവർ ഇങ്ങനെ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു കുർത്തിയുടെ കട്ടിങ് വീഡിയോ കണ്ടവർക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ടിന്റെ വേസ്റ്റ് പോർഷൻ കണ്ടോ, ഇവിടെ നമുക്ക് ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തുമായിട്ടൊന്ന് ചേർത്ത് അടിച്ചു കൊടുക്കണം. എങ്കിൽ നമുക്ക് എളുപ്പത്തിന് യോക്ക് പാർട്ടായിട്ട് യോജിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതുപോലെ ഒന്ന് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിന്റെയും സ്കേർട്ടുകൾ ലൈനിങ്ങുമായിട്ടൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ നമ്മുടെ യോക്ക് ഏരിയ ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എളുപ്പമാണ്. കാരണം എല്ലാം കൂടെ ലൈനിങ്ങും മെയിൻ പാർട്ടും എല്ലാം ഒന്നിച്ച് പിടിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ലൈനിങ് മെയിൻ പാർട്ട് ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ വേസ്റ്റ് ഭാഗത്ത് ഒന്ന് യോക്ക് പാർട്ടുമായിട്ട് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ കണ്ടോ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഈ സ്കേർട്ടിന്റെ വേസ്റ്റ് ഏരിയ നമുക്ക് യോക്ക് പാർട്ടുമായിട്ട് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. കണ്ടില്ലേ, നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് കുറച്ചാണ് റേഡിയസ് കണ്ടുപിടിച്ച് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി സ്ലീവ് ചെയ്യുന്നില്ല, സ്ലീവ്ലെസ് ആണ് ചെയ്യുന്ന. ഇതുപോലെ ഞാൻ ക്രോസ് പീസ് എടുത്ത് 2ആയിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്ത് 2ആയിട്ടൊന്ന് മടക്കി ഇതിലോട്ടൊന്ന് ചേർത്ത് ഞാനത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ യോക്ക് ഏരിയ സ്കേർട്ട് പോർഷനുമായിട്ട് യോജിപ്പിക്കുമ്പോൾ സ്കേർട്ട് ഏരിയ ഇച്ചിരി വലുതാണെങ്കിൽ ആ സൈഡ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. എപ്പോഴും നമ്മുടെ ബോഡി പാർട്ട് യോക്ക് ഏരിയ കറക്റ്റ് ആയിരിക്കണം, വലുതോ ചെറുതായി പോകാൻ പാടില്ല കേട്ടോ. ഇനി സ്കേർട്ടാണ് ജസ്റ്റ് ഒന്ന് കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കർവ് കൊടുത്ത് കറക്റ്റ് ലെവലാക്കാൻ പറ്റും. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഞാനിത് ആ സ്ലീവിന്റെ ഈ ഒരു പൈപ്പിംഗ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. കണ്ടോ, ഈ തയ്യൽ തുമ്പ് നമ്മൾ ഈ വെച്ച് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു പൈപ്പിങ്ങിലോട്ട് ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റിച്ചിങ് നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് വരാൻ പാടില്ല. ഇങ്ങനെ വെച്ച് പതിച്ചടിച്ചു കൊടുക്കുകയാണ്. 2 സ്ലീവിനും ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ഇനി തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. കണ്ടത് ഇതുപോലെ. ഇനി മെഷീനിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ഹെമ്മിങ് കൊടുക്കുന്നേ ഉള്ളൂ, കാരണം ഒരു സ്റ്റിച്ച് വരുമ്പോൾ അതൊരു വൃത്തിയേട് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിവിടെ ഹെമ്മിങ് കൊടുത്ത് വിടുന്നേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ മടക്കി നമുക്ക് കറക്റ്റായിട്ട് ഹെമ്മിങ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ സ്ലീവ് കിട്ടും. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബോഡി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നമുക്ക് 1 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് വിട്ടയ്ക്കുന്ന, ആ 1 ഇഞ്ച് കണക്കിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് ഈ ഒരു വേസ്റ്റ് പോർഷൻ യോജിപ്പിച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്തല്ലേ, ഈ ഒരു പോയിന്റ് വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്ത് നിർത്താവുള്ളൂ. കാരണം താഴോട്ട് നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ സെപ്പറേറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഈ ലൈനിങ് ഇതുപോലെ മേളിലോട്ടാക്കി വെക്കണം. കണ്ടോ, ഫ്രണ്ടിലെയും ബാക്കിലെയും ലൈനിങ് നമുക്ക് മാറ്റി മേളിലോട്ട് മാക്സിമം ഇതുപോലെ മേളിലോട്ടാക്കിയ ശേഷം നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് യോക്ക് ഏരിയ വരെ സ്റ്റോപ്പ് ചെയ്തത് ആ പോയിന്റ് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ തന്നെ നീഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം. കണ്ടോ, ഇതുപോലെ ലെങ്ത് ഫുള്ളങ്ങ് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി. ഇതാണ് മെയിൻ ക്ലോത്ത്. മെയിൻ ക്ലോത്ത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ലൈനിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത ഈ മെയിൻ ക്ലോത്ത് അകത്തോട്ട് അവിടെ ഒരു 1/2 ഇഞ്ച് നമുക്കിനി തയ്യൽ തുമ്പ് മതി. അതിന് മാക്സിമം അകത്തോട്ടാക്കി ഇതുപോലെ ഉണ്ടോ വെച്ച ശേഷം ഈ ലൈനിങ് ഈ സ്റ്റിച്ച് ചെയ്തതിന്റെ തൊട്ട് മേളിൽ നിന്ന് കണ്ടത് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം. ഈ സൈഡിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് മാറ്റി ലെങ്ത് ഫുൾ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡും ഇതേ കണക്കിന് ബോഡി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ബോഡി യോജിപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇവിടെ യോക്ക് ഏരിയ കിട്ടും. ഇനി ഇതാ ലെങ്ത് ഭാഗത്തൊന്ന് ചുരുട്ടിക്കൂടെ ഞാൻ അടിച്ചു കൊടുക്കുവാണേ. ലേസ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഞാൻ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കുർത്ത അടിപൊളിയായിട്ട് കിട്ടി. ഇതിന്റെ കട്ടിങ് വീഡിയോയും ജാക്കറ്റിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.